വിദ്യാർത്ഥിയെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ, എസ്എഫ്ഐ എന്നിവരുടെ നേതൃത്വത്തിൽ ഞാറക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. This news brought to you by Kalpaga Weddings, North Parvur. വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഡിവൈഎഫ്ഐയും എസ്എഫ്ഐയും സംയുക്തമായി ഞാറക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. നിരവധി പ്രവർത്തകരുടെ പങ്കാളിത്തത്തോടെയായിരുന്നു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. കുറ്റക്കാർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച് നടന്നത്. മാർച്ച് CPIM ഏരിയ സെക്രട്ടറി KP പ്രിനിൽ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം അശ്വിൻ എന്ന് പറയുന്ന ഒരു 16 വയസ്സുള്ള +1 അപേക്ഷ കൊടുത്ത് അഡ്മിഷൻ കാത്തു നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയെയാണ് അരുൺ എന്ന് പറയുന്ന ഇവിടത്തെ ഒരു പോലീസുകാരെന്ന് പറയാൻ പറ്റില്ല, അയാളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ തനി ഗുണ്ടയാണ് അരുൺ എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അയാൾ ക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ്. കേവലം 16 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയെ അകാരണമായിട്ട് യാതൊരുവിധ കാരണവുമില്ലാതെ മർദ്ദിക്കുന്ന ഒരു രീതി ഇവിടുത്തെ SI സ്വീകരിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ സമൂഹം ഗൗരവത്തോടെ കാണണമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ ഇടപെടലുകൾ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. യോഗത്തിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് VB സേതുലാൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം NS സൂരജ്, ലോക്കൽ സെക്രട്ടറി PD ലൈജു, നിജിൽ KV, MS എനോഷ്, KJ ജ്യോതിഷ് എന്നിവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥിക്ക് നീതി ഉറപ്പാക്കണമെന്നും ആക്രമണത്തിന് പിന്നിലുള്ളവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം പ്രദേശത്ത് ശ്രദ്ധേയമായി. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത, ഞാറക്കൽ. കഴിഞ്ഞ ദിവസം ഒരു മാലമോഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഞാറക്കൽ സ്റ്റേഷനിൽ വൃദ്ധയായ ഒരു സ്ത്രീയെ വിളിച്ചു വരുത്തുകയും മാലമോഷണം ആരോപിക്കപ്പെട്ട ആ സ്ത്രീയുടെ കൊച്ചുമോനെ, 16 വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചുമോനെ ഞാറക്കൽ സ്റ്റേഷനിലെ SI അരുൺ വളരെ ക്രൂരമായിട്ട് മർദ്ദിച്ച വിഷയത്തെ ആസ്പദമാക്കിയാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിലൊരു സ്റ്റേഷൻ മാർച്ച് ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മുടെ ഏറ്റവും ജനകീയമായി ഇടപെടേണ്ട പോലീസ് സ്റ്റേഷനെ പോലെ ഉള്ള സ്ഥലങ്ങൾ അത് മർദ്ദനത്തിൻ്റെ കേന്ദ്രങ്ങളാകുന്നു, അല്ലെങ്കിൽ ജനങ്ങൾക്കൊട്ടും എത്തിച്ചേരാൻ പറ്റാത്ത രീതിയിലേക്ക് പോലീസ് സ്റ്റേഷനുകൾ മാറുന്ന സാഹചര്യമാണെന്ന് കേരളത്തിൽ പുതിയ ഭരണ സംവിധാനം വന്നപ്പോൾ നിലവിലുള്ളത്. എറണാകുളത്ത് നടന്ന നിരവധിയായിട്ടുള്ള മാർച്ചുകളിലും എല്ലാം നമ്മൾ കാണുന്നത് വളരെ ക്രൂരമായ രീതിയിൽ യുവാക്കളെയും വിദ്യാർത്ഥികളെയും എല്ലാം ആക്രമിക്കുന്ന രീതി പുതിയ ഭരണ സംവിധാനത്തിനുണ്ട്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഞാറക്കൽ സ്റ്റേഷനിലും ഇത്തരത്തിലൊരു പ്രവർത്തനം നടന്നിരിക്കുന്നത്. ആ മാലമോഷണം ആരോപിക്കപ്പെട്ട സ്ത്രീയെ കൃത്യമായിട്ട് ചോദ്യം ചെയ്ത് നടപടി എടുക്കേണ്ടതിന് പകരം ആ സ്ത്രീയുടെ കൂടെ വന്ന ചെറിയ 16 വയസ്സ് മാത്രം പ്രായമുള്ള ആ കൊച്ചുകുട്ടിയെ കർണത്തടിച്ച്, ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം ആ കുട്ടിയുടെ കർണപടത്തിന് ക്ഷതമേറ്റിരിക്കുന്നു എന്നുള്ളതാണ് മെഡിക്കൽ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇത്തരത്തിലൊരു സാഹചര്യം കണ്ടില്ല എന്ന് നടിക്കുവാൻ ഡിവൈഎഫ്ഐക്ക് കഴിയില്ല.